Good afternoon, ma'am. Good afternoon, Miss. Happy Good Onam. afternoon, ma'am. Happy Onam. Happy Onam. Happy Onam. Happy Onam. Happy Onam. Happy Onam, ma'am. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു. Ma'am, super ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. സുന്ദരി. സുന്ദരി ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും പ്രോഗ്രാം പൂ വെച്ചിട്ടുണ്ടോ? എന്താ? പൂ വെച്ചിട്ടുണ്ടോന്നേ തലയില്? ഇല്ല, പൂവൊന്നും വെച്ചിട്ടില്ല. പൂ അങ്ങനെ വെക്കാറില്ല. പൂ വെച്ചിട്ടില്ല കേട്ടോ. ഇന്ന് അവിടെ ഓഫീസിൽ സെലിബ്രേഷൻ ആണോ? അല്ലല്ല, നമ്മുടെ ഓഫീസിൽ 24-ാം തീയതിയാണ് സെലിബ്രേഷൻ, തിങ്കളാഴ്ച. അതിവിടെയല്ല, നമ്മുടെ പാലിയം ഓഫീസിലല്ല, പറവൂർ ഓഫീസിൽ വെച്ചിട്ടാണ് സെലിബ്രേഷൻ. ഇന്ന് ഒട്ടുമിക്ക എല്ലാ ബാച്ചിനും ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാവരും സാരിയാണ്. ബർത്ത്ഡേ ആണോ? മായയുടെ ബർത്ത്ഡേ ആണോ? അതെ. ഹാപ്പി ബർത്ത്ഡേ Happy മായ. birthday, Maya. Thank you, ma'am. Happy birthday. Happy birthday. Thank you. Happy birthday. Thank you. ഇന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? അവതരിപ്പിക്കുന്നുണ്ടോ നിങ്ങള്? മാം നന്നായിട്ട് പാടുമെന്ന് കേട്ടല്ല. എന്താ? മാം നന്നായിട്ട് പാടുമെന്ന് കേട്ട്. ആര് പറഞ്ഞു? അത് പറഞ്ഞു. ഒരു നമ്പർ ഇറക്കുവാണല്ലേ? ഇല്ല, സത്യമായിട്ട് മാം നന്നായിട്ട് പാടും നിങ്ങൾ അറിഞ്ഞായിരുന്നു. ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. വെറുതെ പറയാ ഇതിനെ കൂടെ പാടിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലേ? നിങ്ങൾ പാടില്ലേ? അറിഞ്ഞോ? നിങ്ങൾ പാടില്ലേ? ഇന്നലെയായിരുന്നു സെലിബ്രേഷൻ. ഇന്നലെ ആയിരുന്നോ? അയ്യോ, ഉണ്ടായിരുന്നു മിസ്സേ. എന്നാലും എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യോ? എനിക്ക് വേണ്ടിയിട്ട്. ടീച്ചർ പാട്ട് പാടാം. സനില പാട്ട് പാടും. ഓക്കെ, നമുക്ക് ആദ്യം മനസ്സാകെ നിലാവ് മലയാളക്കൊമ്പിൽ തിരുവോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാളക്കൊമ്പിൽ മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കൊയിലേ മാവേലി തമ്പ്രാന്റെ വരവായി ഞാനൊന്ന്. കഴിഞ്ഞ ടീച്ചർ, എനിക്ക് അറിയില്ല പാട്ട്. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ കേറിയില്ലേ, അതാണ് ഞാൻ അറിയുന്ന പോലെ പാടുക. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. മാം ഒരു പാട്ട് പാടിക്കും. പെട്ടെന്ന് ചോദിച്ചു ഞാൻ ഏത് പാട്ടാ പാടുക? ഏത് പാട്ട് പാടെങ്കിലും പാടിക്കോ. ഒരു പാട്ട് പാടാം. എന്തെങ്കിലും അവസരമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. ഓക്കെ, പാതിരാക്കിളി വരുപാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ ആടിയാടിവാ മലർമീടിറങ്ങിവാ പൂവുനുള്ളിവാ മലർ കാട്ടിലൂടെവാ കാട്ടിലാടുമീ ഇളം കാറ്റിനും ഓണവില്ലൊഴി മുഴങ്ങുന്നു. അത്രേ അറിയുള്ളൂ കേട്ടോ എനിക്ക്. ഓക്കെ, ഞാൻ പാട്ട് പാടിയില്ലേ? ഇനി നിങ്ങള് പാടുക. ഓരോരുത്തരായിട്ടൊന്ന് പാടി. നമ്മുടെ ഓണം പ്രോഗ്രാം കഴിഞ്ഞു, എന്നാലും അതിനോടനുബന്ധിച്ച് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാം.
ഓക്കെ, എന്തെങ്കിലും പരിപാടി ഇന്നലത്തെ ആയാലും മതി, ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഇന്നലെ നിങ്ങൾ എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ടീച്ചറെ എന്റെ മോടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് മോള്. മോളോ? ആ ആ, ഓക്കെ ഓക്കെ. കൂട്ടുകാരെ സന്ധ്യ വരുന്നുമ്പേ ഉണ്ണി പന്ത് അടിച്ചണ്ടേ. ഇപ്പൊ എവിടെയാണ്? അംഗൻവാടിയിൽ ആണോ? ആ ഇവർക്ക് ഇവിടെ തൊട്ടടുത്ത അംഗനവാടി പരിപാടിക്ക്. അതെ അല്ലേ? ആ ആ, നല്ല സുന്ദരിയായിട്ടുണ്ട് മോള്. എല്ലാവരുടെയും മക്കള് സ്കൂളിലൊക്കെ പോയിരുന്നല്ലോ, അവിടുത്തെ സെലിബ്രേഷൻ അല്ലേ? തിരിച്ചു വന്നോ? എന്നിട്ട് വന്നിട്ടില്ല? ഓക്കെ ഓക്കെ. ആ, അപർണയുടെ മോളുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? പാടിക്കോളൂ കേട്ടോ. പാടുന്നോ? എന്തുവാ? പാടിക്കോളൂ. മ്യൂട്ടാണ് കേട്ടോ, മ്യൂട്ടാണ് അപർണ. നല്ലോണം പാടും, നല്ലോണം പാടും. ആണം വന്നല്ല, ഊഞ്ഞാലിട്ടല്ല, കൊടിയെടുത്തല്ല, ഉണ്ണിച്ചാടി മറിഞ്ഞല്ല. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. ഹാപ്പി വേണം പറ. ഹാപ്പിയാണ്. ഹാപ്പി ആണോ മോളുട്ടി? മോളുടെ പേരെന്താ? അതിഥി. എന്താണ്? അതിഥി. അതിഥി. ആ, നല്ല പേരാ. താങ്ക് യു ടീച്ചർ പറ. താങ്ക് യു ടീച്ചർ പറ. താങ്ക് യു. ഓക്കെ, ഇനിയും പാടണം കേട്ടോ, ഇനിയും കേട്ടോ, ക്ലാസ്സിൽ പാടത്തണം. താങ്ക് യു. ഓക്കെ. ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? ഓണത്തിന്റെ തിരക്കൊക്കെ ഇവിടം വരെ. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തോ? ഡ്രസ്സൊക്കെ മേടിച്ചോ? കോടിയൊക്കെ എടുത്തോ? ഓണക്കോടിയൊക്കെ എടുത്തോ? ആ എടുത്തു മിസ്. പൂക്കളൊക്കെ ഇടുന്നുണ്ടോ വീടുകളില് നിങ്ങള്? ആ ഉണ്ട്. ഓണം കൊള്ളാറുണ്ടോ? ഞാൻ എടുത്തോന്നോ? ഞാന് എടുത്തിട്ടില്ല, ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ല. എടുക്കാനായിട്ട് നമ്മുടെ MT16, പിന്നെ MT17, പിന്നെ MT15 ഒരു 3 പേരും നമ്മുടെ കോൺവെക്കേഷൻ വന്നപ്പോ സാരിയാ ഗിഫ്റ്റ് ചെയ്തത്. അതിനകത്ത് 2 പേര് കേരള സാരിയാണ് ഗിഫ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എടുക്കണോ വേണ്ടോന്ന് ആലോചിച്ചിരിക്കുവോ, കാരണം കിട്ടിയല്ലോ ഓൾറെഡി. അപ്പോ ഇങ്ങനെ തിങ്ക് ചെയ്തോണ്ടിരിക്കുക, വേണോ വേണ്ടയോ. ചിലപ്പോ എടുക്കുമായിരിക്കും, തലേദിവസമൊക്കെ പോയിട്ടായിരിക്കും എടുക്കുള്ളൂ ചിലപ്പോ. ഇപ്പൊ എടുത്തിട്ടില്ല എന്തായാലും. പിന്നെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സ്മാർട്ട് സിറയുടെ 24-ാം തീയതി ആണല്ലോ സെലിബ്രേഷൻ. അപ്പൊ അന്നും പുതിയ സാരിയാണ് എടുക്കുന്നത്. സാരികൾ ഇങ്ങനെ 4-5 ഉണ്ട് പുതിയത് കിട്ടിയത്. അപ്പോ അന്നും എടുക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്, കഴിഞ്ഞ ദിവസം ഒരു വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനില്, ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ബുധനാഴ്ച. അന്നും പുതിയ സാരി എടുത്തിട്ട് പോയത്. പുതിയത് ഇങ്ങനെ ഇടുന്നുണ്ട്, വിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലും എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മളെ എടുക്കുന്നതിനേക്കാളും ഇത് നമുക്ക് മക്കൾക്ക് എടുത്തു കൊടുക്കുക, ഹസ്ബൻഡിന് എടുത്തു കൊടുക്കുക, അതല്ലേ നമ്മുടെ സന്തോഷം. നമ്മളതല്ലേ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, മക്കൾക്കൊക്കെ എടുത്തോ നിങ്ങള് എല്ലാവരും? മാം, ആ, എന്റെ 3 വയസ്സുള്ള ഒരാള് പാട്ട് പാടുവാന്ന് പറഞ്ഞേ.
പാടുമെന്ന് പറഞ്ഞു. ആ ഉം. പഠിച്ചോളൂ. പാട്ട് പാട്. വരികളൊന്നും ഉണ്ടാവൂലേ? ആ ഓക്കെ. അത് ബാക്കി കുട്ടികൾ പാടുന്ന കേട്ടിട്ടേ ആ അവക്കും പാടണമെന്ന്. അത് ലാലാന്നേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല. പേരെന്താണ് വാവയുടെ? അനാമിക. നമിക. ആ ഹായ് പറ. ഹാപ്പി ഓണം പറ. ഹാപ്പി ആണോ? അങ്കവാടി പോകുന്നുണ്ടോ? നോ പറ. പോകുന്നില്ല. വാവു വന്നു. പോവാൻ ഇഷ്ടമുണ്ടോ? അങ്കവാടി പോകുന്നുണ്ടോന്ന് ഇഷ്ടമില്ല. ഇഷ്ടമില്ല. എഴുത്തിന് ഇരുത്തിട്ട് വിടാന്ന് വെച്ചു. ആ എഴുത്തിന് എത്തിയിട്ടില്ല അല്ലേ? ഇല്ല, അത് കഴിഞ്ഞിട്ട് വിടാന്ന് വെച്ചു. അതാകുമ്പോ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോളുമല്ലോ. ആ അയ്യോ അയ്യോ അയ്യോ, ഞാൻ മ്യൂട്ടാക്കണമോ? ഒരു സെക്കൻഡ്. ഓക്കെ. ആ മായ കുഞ്ഞു പോയോ? ആ പോയി. ഹർഷയുടെ പിന്നെ പ്രൊഫൈൽ കണ്ടിട്ട് അതിനു വേണ്ടി വഴക്കാ, പൂമ്പാറ്റേനെ പിടിക്കാൻ വേണ്ടി. അതെ. അതെ. ഓക്കെ. പിന്നെ ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങള്? വേറെ ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടോ? ഓണത്തെ കുറിച്ച് കഥ പറയാട്ടോ നിങ്ങക്ക്. ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം, അറിയാവുന്നുണ്ടെങ്കിൽ. അറിയാവുന്നതാണ് എല്ലാവർക്കും, എന്നാലും ആർക്കെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ പറയാം. മിസ്സേ ഞാനൊരു പാട്ട് ട്രൈ ചെയ്യാം. ആ ഓക്കെ. എല്ലാവരും ക്ഷമിക്കണം കേട്ടാ. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ വിടരും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. താങ്ക് യു മിസ്. ഓക്കെ. നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പാടി. ഓക്കെ. ഇനി ആരാണ്? മാം ഞാനൊരു 2 ലൈൻ പാടാൻ അറിയുന്നില്ല, എന്നാലും പാടാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ആമോദത്തോടെ വസിക്കും കാലം, ആപത്തന്മാർക്കുമൊട്ടില്ല താനും, കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊടിവചനം, കള്ളപ്പറയും ചെറുമഴിയും കള്ളത്തരങ്ങൾ നൽകുന്നുമില്ല, ആദികൾ വ്യാധികളൊന്നുമില്ല, ബലമരണങ്ങൾ കേൾപ്പാനില്ല,
താങ്ക് യു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓണത്തെ കുറിച്ചിട്ടുള്ള കഥ ആരെങ്കിലും പറയുന്നുണ്ടോ? സ്റ്റോറി ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ഞാനൊന്ന് PDF ഒന്ന് എടുത്തിട്ടിട്ട് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? നമ്മള് ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അതാണോ എടുത്തു തുടങ്ങിയത്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ, ജനറൽ ആയിട്ടുള്ള. മാം ഡയറ്റ് പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? 7 components പ്ലേറ്റ്. ആ, അതുണ്ടാക്കാൻ പറഞ്ഞായിരുന്നു അല്ലെ? ചെയ്തോ നിങ്ങള്? ചെയ്തു മിസ്. എങ്ങനെയാ ചെയ്തത് എന്ന് കാണിക്കാമോ? നോട്ടിലാണോ എഴുതിയത് അല്ലെങ്കിൽ പിക്ചറൊക്കെ വെച്ചിട്ട് നിങ്ങൾ അത് ചെയ്തായിരുന്നോ? വെറുതെ എഴുതുവാണോ ചെയ്തത്? അല്ല. പറഞ്ഞ കാണിക്കൂ കേട്ടോ. ഗുഡ് മോർണിംഗ് അല്ലട്ട് അസംബ്ലി, ഗുഡ് ആഫ്റ്റർനൂൺ ആണേ. ഒന്ന് സൂം ചെയ്ത് കാണിക്കാമോ? കാണാമോ മിസ്സേ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാ അതില്? സീരിയൽസ്, മിൽക്ക് ആൻഡ് പ്രോഡക്ട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫാറ്റ് ആൻഡ് ഓയിൽസ്, വാട്ടർ. പിന്നെ ഇതും കൂടെ ഉണ്ട്, വൈറ്റമിൻസിന്റെ. വൈറ്റമിൻസ് അല്ലേ? വൈറ്റമിൻ എ, വൈറ്റമിൻ B1 അതൊക്കെയല്ലേ? വൈറ്റമിൻ സി. അതെ അതെ. പിന്നെ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ? അതെ, ഫുഡ് സോഴ്സസ്. അതൊന്ന് വായിക്കാമോ? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസീസ് വരുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോഫെത്താൽമിയ. പിന്നെ ഫുഡ് സോഴ്സസ് ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, സ്പിനാച്ച്, മിൽക്ക് ആൻഡ് ഫിഷ്. പിന്നെ വൈറ്റമിൻ B1
ഡിസീസ് വരുന്നത് ബെറി, സോഴ്സസ് ഹോൾ ഗ്രെയിൻസ്, നട്ട്സ്, പോർക്ക് ആൻഡ് സീഡ്സ്. വൈറ്റമിൻ B2 നമുക്ക് മൗത്ത് പോർട്സ് ഒക്കെ ഡിസീസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഴ്സസ് വരുന്നത് എഗ്ഗ്, മിൽക്ക്, മഷ്റൂം, ആൾമണ്ട്സ്, ഗ്രീൻ ലീവ്സ് ആൻഡ് വെജിറ്റബിൾസ്. വൈറ്റമിൻ B3 വരുന്ന ഡിസീസ് എന്ന് പറയുന്നത് പെലഗ്രാം എന്ന് പറയുന്ന ഡിസീസാണ്. സോഴ്സസ് വരുന്നത് ചിക്കൻ, ടർക്കി, പീനട്ട്സ് ആൻഡ് ട്യൂണ. പിന്നെ വൈറ്റമിൻസ് B9 വരുന്നത് അനീമിയ. ഫുഡ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ബീൻസ്, സിട്രസ് ഫ്രൂട്ട്സ്. പിന്നെ വൈറ്റമിൻ B12 വരുന്നത് നമുക്ക് അനീമിയ, നെർവ് പ്രോബ്ലംസ് ആണ്. അതുപോലെ ഫുഡ് സോഴ്സസ് വരുന്നത് മീറ്റ്, ഫിഷ്, എഗ്ഗ്, ഡയറി ഐറ്റംസ്. വൈറ്റമിൻ സിയിൽ വരുന്ന ഡിസീസ് സ്കെർവിയാണ്. ഫുഡ് വരുന്നത് ഓറഞ്ച്, ലെമൺ, സ്ട്രോബെറി ആൻഡ് ബ്രൊക്കോളി. വൈറ്റമിൻ D വരുന്നത് റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻസ്. ഫുഡ് വരുന്നത് സൺലൈറ്റ് എക്സ്പോസീവ് ഫാറ്റി ഫിഷ്, എഗ്ഗ്, യോഗ്സ് ആൻഡ് ഫോർട്ടിഫൈഡ് മിൽക്ക്. പിന്നെ വൈറ്റമിൻ B വരുന്നത് നെർവ് ആൻഡ് മസിൽ ഡാമേജ്. ഫുഡ് സോഴ്സസ് വരുന്നത് ആൽമണ്ട് ആൻഡ് സൺഫ്ലവർ സീഡ്സ്. പിന്നെ വൈറ്റമിൻ K വരുന്നത് എക്സസീവ് ബ്ലീഡിംഗ് ആണ് ഡിസീസ് വരുന്നത്. ഫുഡ് എന്ന് പറയുന്നത് സ്പിനാച്ച് ആൻഡ് ക്യാബേജ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മിസ്, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ആരാണ്? ഞാൻ ചെയ്തിട്ടുണ്ട്. ക്യാമറ മനസ്സിലാവുന്നില്ല. പിൻ ചെയ്തോട്ടെ കേട്ടോ. പ്ലേറ്റ് ഇതാണ് അല്ലേ? ഓക്കെ, ബാക്ക് ക്യാമറ എങ്ങനെയാണ്? എന്താ ബാക്ക് ക്യാമറ എങ്ങനെയാ വരിക? ബാക്ക് ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഒന്ന് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും അറിയാവുന്നവര്. അത് നമ്മുടെ ക്യാമറയിൽ നമ്മളിപ്പം എടുത്തിരുന്ന ക്യാമറ താഴെ ഒരു സ്ക്വയർ പോലെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലിപ്പ് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മൂന്നാമത് എന്തോ ആയിട്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്യാമറ വേണം. ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതൊന്ന് റീഡ് ചെയ്യാമോ? ഓക്കെ. വൈറ്റമിൻസ് വരുന്നത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും വാട്ടർ സോളിബിൾ വൈറ്റമിൻസും ആണ്. അപ്പോൾ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് വരുന്നത് വൈറ്റമിൻ A, D, E, K. വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് വരുന്നത് വൈറ്റമിൻ C, B1, B2, B3, B5, B6, B7, B9, B12. പിന്നെ വൈറ്റമിൻ എയും അതിന്റെ സോഴ്സസും ആണ് എഴുതിയിട്ടുള്ളത്. വൈറ്റമിൻ എ ആൻഡ് സോഴ്സസ് വരുന്നത് ക്യാരറ്റ്സ് നിന്ന് കിട്ടും, സ്വീറ്റ് പൊട്ടാറ്റോ, സ്പിനച്ച്, കെയിൽ, മാംഗോ, ലിവർ, എഗ്സ്, മിൽക്ക്, ചീസ്. വൈറ്റമിൻ ഡി നമുക്ക് കൂടുതലായി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. പിന്നെ ഫാറ്റി ഫിഷ് ലൈക്ക് സാൽമൺ, സാർഡൈൻസ്, മത്തി പോലുള്ള ഫിഷുകൾ, എഗ് യോക്ക്, ഫോർട്ടിഫൈഡ് മിൽക്ക്, മഷ്റൂംസ്, കോഡ് ലിവർ ഓയിൽ എക്സെട്ര. വൈറ്റമിൻ കെ വരുന്നത് അധികം ഗ്രീൻ ലീഫ് വെജ് ലൈക്ക് സ്പിനച്ച്, കെയിൽ, ബ്രക്കോളി, കാബേജ്, നാറ്റോ, എഗ് യോക്ക്. വൈറ്റമിൻ ഇ വരുന്നത് ആൽമണ്ട്സ്, സൺഫ്ലവർ സീഡ്സ്, പീനട്ട്സ്, സ്പിനച്ച്, അവോക്കാഡോ, വെജിറ്റബിൾ ഓയിൽസ്. പിന്നെ B1 തൈമിൻ, അത് വാട്ടർ സോളബിൾ വൈറ്റമിൻസ് ആണ്. ഹോൾ ഗ്രെയിൻ, പോർക്ക്, ലെൻറ്റിൽസ്, നട്ട്സ്, സീഡ്സ്. B2 റൈബോഫ്ലാവിൻ, മിൽക്ക്, യോഗേർട്സ്, ആൽമണ്ട്സ്, എഗ്, ഗ്രീൻ വെജിറ്റബിൾസ്. B3 നയാസിൻ, ചിക്കൻ, ട്യൂണ, പീനട്ട്സ്, ബ്രൗൺ റൈസ്. B5 pantothenic acid, almost all foods, avocado, mushroom liver. B6 pyridoxine, banana, potatoes, chickpeas, poultry, fish. B7 biotin, അത് കൂടുതൽ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് തോന്നുന്നു. എഗ്, നട്ട്സ്, സീഡ്സ്, സ്വീറ്റ് പൊട്ടാറ്റോ. B9 ഫോളേറ്റ്, അധികം പ്രഗ്നൻസി സമയത്ത് കൂടുതലായിട്ട് ആവശ്യമുള്ളതാണ്. ലീഫി ഗ്രീൻസ്, ബീൻസ്, ലെൻറ്റിൽസ്, സിട്രസ്, ഫോർട്ടിഫൈഡ് ഗ്രെയിൻസ്. B12 probably wheat, fish, eggs, dairy, fortified cereals. വൈറ്റമിൻ സി മെയിൻ ആയിട്ട് നമുക്ക് ഓറഞ്ച് കളർ ഫുഡും യെല്ലോ കളർ ഫുഡ്സ് ആണ് പറയും. ഓറഞ്ചസ്, ഗോവ, ലെമൺ, ബെൽ പെപ്പേഴ്സ്, കിവി, സ്ട്രോബെറി, ടൊമാറ്റോ, ബ്രക്കോളി. ഇത്രേ ഉള്ളൂ മാം. ഓക്കെ, വെരി ഗുഡ്.
നെക്സ്റ്റ് വൺ, ഇനി ആരാ ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്തു മിസ്, ഒരെണ്ണേ ചെയ്തുള്ള. അഞ്ജന ചെയ്തിട്ടുണ്ടോ? പ്ലേറ്റിന്റെ ചെയ്തില്ല, മറ്റേ കോളം ചെയ്തിട്ടുണ്ട്, വിറ്റാമിൻസും ഡെഫിഷ്യൻസി ഡിസീസസും. അത് കാണിക്കട്ടെ. അത് വായിക്കാമോ? റീഡ് ചെയ്യാമോ? അംഗൻവാടിയിലായതുകൊണ്ട് കേക്കുന്നില്ല. അഞ്ജന കേക്കുന്നില്ല കേട്ടോ. വീട്ടിൽ വന്നായിരുന്നു. എനിക്ക് ഫ്രണ്ട് ക്യാമറ ഓൺ ആവുന്നില്ല ടീച്ചറെ. ഫ്രണ്ട് ക്യാമറ ഓൺ ആവുന്നില്ല. കഴിഞ്ഞ വട്ടം ഇതുപോലായിരുന്നു, പറ്റുന്നില്ല കാണിക്കാനായിട്ട്. അതെ അല്ലേ, സാരമില്ല, കാണിക്കണ്ട. വായിക്കാൻ പറ്റില്ലേ? ഫ്ലിപ്പ് ക്യാം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. ഇതിനകത്ത് കാണുന്നില്ല ഫ്ലിപ്പ് ക്യാം. അഞ്ജന, അത് അഞ്ജനയുടെ സ്ക്രീനിൽ തന്നെ താഴെ ഒരു ഓപ്ഷൻ കാണും. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 4 ഓപ്ഷൻ പിന്നെയും വരും, റൊട്ടേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ മൂന്നാമത്തെ എന്തോ ആണ് ഫ്ലിപ്പ് ക്യാമറ എന്ന് പറഞ്ഞിട്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എനിക്ക് അതൊന്നും തോന്നുന്നില്ല. വരുന്നില്ല. ടീച്ചർ നല്ല വാട്സപ്പ് ചെയ്താൽ മതിയോ? മതി മതി, വാട്സപ്പ് ചെയ്യണ്ട, വായിച്ചാ മതി, പിന്നെ കുഴപ്പമില്ല. നമ്മളൊന്ന് നോക്കട്ടെ. എന്നാ അടുത്ത ആള് പറഞ്ഞോ ടീച്ചർ, അപ്പോഴത്തേനും ഞാനൊന്ന് നോക്കാം. മതി മതി, അപ്പോഴത്തെ റെഡി ആവാൻ നോക്കാം നമുക്ക്. വേറെ ആരാണ് പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആ, മാം ചാർട്ട് ചെയ്തിട്ടില്ല, നമ്മള് ഫുഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് പ്ലേറ്റ് ഒന്ന് കാണിക്കാമോ? വരയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. വരച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. വരച്ചതാണ് അല്ലേ. എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത്? നേരത്തെ ഫ്രൂട്ട്സ്, വൈറ്റമിൻസ്, വെജിറ്റബിൾ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്. ഓക്കെ. ഇനി ആരാണ്? ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കണം മാം, ഇപ്പൊ എന്റെ കയ്യിലില്ല. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാവില്ലല്ലോ, PDF സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ആ ഫസ്റ്റ് പേജ് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യട്ടോ എല്ലാവരും. ഓക്കെ, മൈൻഡിൽ റീഡ് ചെയ്യാ.
റീഡ് ചെയ്ത് കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഒരാളൊന്ന് വായിച്ച് ആ 2 ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ്. ഞാൻ വായിക്കാം മിസ്. Food, nutrition and balanced diet. The growing children required healthy food for the proper development. Preschool children need to get lots of nutrition and energy from their food as they are growing and developing speedily as they have small stomachs. The food they eat should provide energy and nutrition in a compact form. In the lack of the required measure of nutrients, the child face incapability to cope with the situation which is age demands. Therefore, both the parents and teachers must see that children get the food required for their growth and power. They should be given food which is wealthy in carbohydrates, proteins, and minerals and vitamins. Though food is highly required for the normal functions of the human body and presentation of its health, the input of excessive quantities of food will do more harm than good. Therefore, every human being has to regulate the input of food. The quantity of food eaten is calculated in calories. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which food is used in the human body is called metabolism. ഓക്കെ, അപ്പോ ഫസ്റ്റ് പാരാഗ്രാഫിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ദ ഗ്രോയിങ് ചിൽഡ്രൻ റിക്വയർഡ് ഹെൽത്തി ഫുഡ് ഫോർ ദ പ്രോപ്പർ ഡെവലപ്മെന്റ്. അതായത് വളരുന്ന കുട്ടികൾക്ക് ഹെൽത്തി ഫുഡ് ആവശ്യമാണ് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഏതൊരു കുഞ്ഞാണെങ്കിലും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് എന്ത് വേണം? ഹെൽത്തി ഫുഡ് അവർക്ക് കൊടുത്തേ തീരും. Preschool children need to get lots of nutrients and energy from their foods as they are growing and developing speedily. As they have small stomachs, the foods they eat should provide energy and nutrients in a compact form. അതായത് പ്രീസ്കൂൾ ചിൽഡ്രൻ ആണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് വളരാൻ ആവശ്യത്തിന് എന്ത് വേണം? ന്യൂട്രിയൻസ് അവരുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ സ്മോൾ സ്റ്റൊമക്ക് ആണ്, കുഞ്ഞു വയറാണ്. അപ്പോ കൂടുതലായിട്ട് ഭക്ഷണം കൊടുക്കുന്നതും എന്താണ്? അതും പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് കോമ്പാക്ട് ഫോമിലുള്ള ലിക്വിഡ് രൂപത്തിലൊക്കെ ആക്കിയാണ് കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കുക? കൂടുതലായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഭക്ഷണം കൊടുക്കുക. അതിൽ നിന്നാണ് അവർക്ക് കൂടുതലും എനർജിയും അതുപോലെ തന്നെ അവർക്ക് സ്പീഡായിട്ട് വളരാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. In the lack of the required measure of nutrients, അതായത് ന്യൂട്രിയൻസിന്റെ അഭാവം ഉണ്ടെങ്കിൽ the child faces incapability to cope with the situation which his age demands. അത് കുറേയധികം പ്രശ്നങ്ങൾ കുട്ടികൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ഓക്കെ, therefore both the parents and teachers must see that children get the food required for their growth and power. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് വളരാൻ ആവശ്യത്തിനായിട്ടുള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. They should be given food which is wealthy in carbohydrates, proteins and minerals and vitamins. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് അത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, മിനറൽസ് ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം. അത് നമ്മളിപ്പോ ഫുഡ് പ്ലേറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ദോ ഫുഡ് ഈസ് ഹൈലി റിക്വയർഡ് ഫോർ ദ നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഇറ്റ്സ് ഹെൽത്ത്. അതായത് മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നതിനും ഫുഡ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. The input of excessive quantities of food will do more harm than good. അതായത് ഭക്ഷണം കഴിക്കണമെന്ന് കരുതി അളവിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതും ശരീരത്തിന് ദോഷകരമാണ്.
Therefore, every human being has to regulate the input of food. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം? അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. The quantity of food eaten is calculated in calories. അതുകൊണ്ട് തന്നെ നമുക്ക് കലോറിയിൽ എന്ത് ചെയ്യാം? ഫുഡിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കലോറിയിലാണ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. The quantity required depends upon various factors such as weight, amount of muscular work of a person, age, sex, climate, etc. പിന്നെ അതുപോലെ തന്നെ ഒരാളുടെ ഫുഡിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഫുഡിന്റെ ക്വാണ്ടിറ്റി അളവെന്ന് പറയുന്നത് കുറെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരാള് എത്ര അളവിൽ ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. അതായത് ചില ആളുകൾക്ക് വെയിറ്റ് ഉണ്ടാകാം, ചിലർക്ക് വെയിറ്റ് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അപ്പോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ഫുഡിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് മസ്കുലാർ വർക്ക് ഓഫ് എ പേഴ്സൺ ഡസ്. അതായത് ഒരാള് എത്രമാത്രമാണ് ശാരീരികമായിട്ട് അധ്വാനിക്കുന്നത് അതിനനുസരിച്ച് ഫുഡിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം. ഇപ്പൊ ബാങ്കിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും കൃഷിസ്ഥലത്ത് പണി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും അവരുടെ ഫുഡിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഉണ്ടാവും. ബാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ ആർക്ക് കഴിക്കണം? കൃഷിസ്ഥലത്തിരിക്കുന്ന കർഷകന് കഴിക്കണം, അല്ലെ? കാരണം എന്താണ്? അവരുടെ മസ്കുലാർ ഫോഴ്സ്, അവർ ഉപയോഗിക്കുന്ന മസ്കുലാർ ഇതെന്ന് പറയുന്നത് കൂടുതലാണ്, അവരുടെ പേശി പ്രവർത്തനങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കർഷകൻ കൂടുതൽ ഭക്ഷണം കഴിക്കണം. പക്ഷെ അതിന്റെ ഒരു പകുതി ആര് കഴിച്ചാൽ മതി? ബാങ്കിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയി കഴിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഏജ്, അതായത് വയസ്സിന് കുറെ അധികം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മതി, അല്ലേ? ആണോ? ക്വാണ്ടിറ്റി കുറച്ച് മതിയില്ലേ? പിന്നെ അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്ക്, വയസ്സായിട്ടുള്ള വ്യക്തികള്, അവരും എന്ത് ചെയ്യില്ല, അധികം ഭക്ഷണം കഴിക്കില്ല, അല്ലെ? വളരെ കുറവാ കഴിക്കുള്ളൂ. പിന്നെ യങ്ങേഴ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ ഏജ് എന്ന് പറയുന്നത് ഭക്ഷണത്തിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സെക്സ്, നമുക്കറിയാം സ്ത്രീയും പുരുഷനും ഉണ്ട്. സ്ത്രീയേക്കാൾ കൂടുതൽ പുരുഷൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത്? ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും കുട്ടികളും ഉണ്ടെങ്കിൽ ഭർത്താവായിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കുക, അല്ലെ? പിന്നെ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ്? മിച്ചം വരുന്നത് ബാക്കി തിന്നാണ് സ്ത്രീകളുടെ ജോലി, അല്ലെ? അവരെങ്ങനെയാണ് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സ്ത്രീകളെക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ആർക്ക് ഭക്ഷണം കഴിക്കണം? പുരുഷന്മാർക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അപ്പോ സെക്സ് എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. പിന്നെ ക്ലൈമറ്റ്, അതായത് ഓരോരോ കാലാവസ്ഥ അനുസരിച്ച് ഫുഡിൽ മാറ്റം വരാം. ഇപ്പൊ നമുക്കറിയാം നോർത്തിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ കഴിക്കുന്നത് ചപ്പാത്തിയാണ്, അല്ലെ? റൈസിനേക്കാൾ കൂടുതലായിട്ട്, അല്ലെ? പക്ഷെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആള് കഴിക്കുന്നത് ചോറാണ്, അല്ലെ? നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കഴിക്കുന്നത് എന്താ? ചോറല്ലേ? പക്ഷെ നോർത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചപ്പാത്തിയാണ് കാണാൻ കഴിയുക. കാരണം ക്ലൈമറ്റിന്റെ വ്യത്യാസം ഉണ്ടാകും, അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ട് നോർത്തിലൊക്കെ തണുപ്പാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ അവർ ചൂടൻ ഭക്ഷണമാണ് എപ്പോഴും കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കേരളത്തിൽ അങ്ങനെയല്ല. അപ്പൊ ക്ലൈമറ്റിനനുസരിച്ചിട്ട് എന്തുണ്ട്? ഭക്ഷണത്തിൽ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ദ പ്രോസസ് ബൈ വിച്ച് ഫുഡ് ഈസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി ഈസ് കോൾഡ് മെറ്റബോളിസം. അതായത് ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് ഭക്ഷണം ഉപയോഗിക്കുന്നത് ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്? മെറ്റബോളിസം എന്ന് പറയുന്നത്, കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്, കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഭക്ഷണത്തിന് ഫുഡിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. എനർജി സപ്ലയേഴ്സ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ഏതൊക്കെയാണ്? 1 എനർജി സപ്ലയേഴ്സ് ഉണ്ട്, 2 ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, 3 പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നെക്സ്റ്റ് പേജിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറെ കാര്യങ്ങള്. അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്യാം കേട്ടോ, മൈൻഡിൽ റീഡ് ചെയ്യാം.
കഴിഞ്ഞോ? ഒരാളൊന്ന് ഉറക്കെ വായിച്ചേ. എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ് ഒക്കെ. ആരാ വായിക്കാം? ഞാൻ വായിക്കാം മിസ്സേ. ആ. Energy suppliers. Energy supplies form a significant part of our body. Wheat, maize, starchy vegetables, pulses, sugar cane, jaggery, butter, ghee, etc. are some examples of this type of food. These foods supplies energy to the body and keep it warm and active. Body builders. These type of food contain nutrients which are required to make the body and replace worn out issues. Meat, fish, milk and fat products, dried beans, peas, nuts, cereals, etc. belong to this category. Protective foods. The protective food stuff contains protective essential substances. Vegetables, fresh fruits, green leafy, fish, milk, egg, etc. included productive essences. ഓക്കെ. അപ്പൊ 3 തരത്തിലുള്ള ഫുഡ്സ് ഉണ്ട്. ഒന്ന് എനർജി സപ്ലൈയേഴ്സ്, 2 ബോഡി ബിൽഡേഴ്സ്, 3 പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ്. അതിനകത്ത് എനർജി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ് എന്ത് എനർജി സപ്ലൈസ് എന്ന് പറയുന്നത്. എനർജി സപ്ലൈസ് ഫോം സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. ഏതൊക്കെയാണ് എനർജി സപ്ലൈസ് ഫുഡിൽ വരുന്നത് നമുക്ക് നോക്കാം. വീറ്റ് വരുന്നുണ്ട്, മെയ്സ് വരുന്നുണ്ട്, സ്റ്റാർച്ചി വെജിറ്റബിൾസ്. വീറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഗോതമ്പ്, മെയ്സ് ചോളം. പിന്നെ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ കപ്പ വരും, പിന്നെ ഉരുളൻ കിഴങ്ങ് വരും, പിന്നെ മധുരക്കിഴങ്ങ്. കൂടുതലായിട്ട് അത്തരത്തിലുള്ള ഫുഡ്സിനെയാണ് സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. പിന്നെ പൾസസ്, പിന്നെ ഷുഗർ കെയിൻ, കരിമ്പ്, ജാഗ്രി, ശർക്കര, ബട്ടർ, ഗീ, ഇതൊക്കെയാണ് എനർജി സപ്ലൈസ് ഫുഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദിസ് ഫുഡ് സപ്ലൈ എനർജി ടു ദ ബോഡി ആൻഡ് കീപ് ഇറ്റ് വാം ആൻഡ് ആക്റ്റീവ്. ഇത് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യുന്നു? എനർജി തരുന്നു. അതുപോലെ തന്നെ ബോഡിയെ നല്ല രീതിയിൽ വാം ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് നിലനിർത്താനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? എനർജി സപ്ലൈസ് ഫുഡ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണ്? അടുത്തത് ബോഡി ബിൽഡേഴ്സ് ആണ് കേട്ടോ. These type of food contain nutrients which are required to make the body replace worn out tissues. Meat, fish, milk and fat products എന്നാണ് കേട്ടോ. ഫാറ്റ് അല്ല, ഫാറ്റ് products. Dried beans, peas, nuts, cereals belonging to this category. അതായത് ഇതിനകത്ത് വരുന്നത് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ബോഡി ടിഷ്യൂസ് എന്നാണ് കേട്ടോ. ഇഷ്യൂസ് അല്ല, ടിഷ്യൂസ് ആണ്. നമ്മുടെ ടിഷ്യൂസ് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ഈ ബോഡി ബിൽഡേഴ്സ് സഹായിക്കുന്നത്. മീറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, പിന്നെ ഫാറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ കൂടുതലായിട്ട് ഡ്രൈഡ് ബീൻസ്, പീസ് നട്ട്, സെറിയൽസ്, ഇതൊക്കെ ബോഡി ബിൽഡേഴ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ക്ലിയർ ആണോ? നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ ആണോ? മനസ്സിലായോ? യെസ്.
പിന്നെ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് protective foodstuff contains protective essential substances, vegetables, fresh food, green leafy, fish, milk, egg include protective essence. അതായത് പ്രൊട്ടക്റ്റീവ് ഫുഡിൽ പ്രധാനമായിട്ടും വരുന്നത് വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രഷ് ഫ്രൂട്ട് ഉണ്ട്, ഗ്രീൻ ലീഫി ഉണ്ട്, ഫിഷ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, എഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റീവ് ഫുഡിൽ വരുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ രോഗപ്രതിരോധ ശേഷി സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് എന്ത് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 തരം കാറ്റഗറിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വൺ, കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡില് പ്രോട്ടീൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പ്രോട്ടീൻസ് ആർ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. ദേ കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് സൾഫർ. പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം വേണ്ടുന്നതാണ്. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. പിന്നെ പ്രോട്ടീൻ മെയിൻ ആയിട്ട് 2 തരത്തിലാണുള്ളത്. ഒന്ന് അനിമൽ പ്രോട്ടീൻ ഉണ്ട്, മറ്റൊന്ന് വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ അനിമൽ പ്രോട്ടീനും ഉണ്ട്, വെജിറ്റബിൾ പ്രോട്ടീനും ഉണ്ട്. ഇനി പ്രോട്ടീൻ അനിമൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയിൻ ആയിട്ട് അനിമൽ സോഴ്സിൽ നിന്നാണ് ഈ പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ആയിട്ട് പ്ലാന്റ്സിൽ നിന്നുമുള്ള പ്രോട്ടീൻ ആണത് ഈ വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പൊ വെജിറ്റബിൾ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വെജിറ്റബിൾ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ ആണത് വെജിറ്റബിൾ പ്രോട്ടീൻ. പിന്നെ പ്രോട്ടീൻസ് ആർ റിക്വേർഡ് ഫോർ, എന്തൊക്കെയാണ് പ്രോട്ടീന്റെ ആവശ്യകത? ഫസ്റ്റ്, ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്, നമ്മുടെ കോശങ്ങളുടെ വളർച്ചയ്ക്കും അതിന്റെ വികസനത്തിനും സഹായിക്കും. ദെൻ റിന്യൂവൽ ഓഫ് റിപ്പിറ്റേഷൻ, അതൊന്ന് നിങ്ങൾ വെട്ടിയിട്ട് ഞാൻ പറയുന്ന സെന്റൻസ് എഴുതുക കേട്ടോ. റിപ്പയർ ഓഫ് ടിഷ്യൂസ്, അതാണ് അതിന്റെ മീനിങ് കേട്ടോ. റിപ്പയർ ഓഫ് ടിഷ്യൂസ്. റിപ്പയർ ഓഫ് ടിഷ്യൂസ്. ടിഷ്യൂസ് റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കണം. നമ്മുടെ ശരീരത്തിലെ കലകൾ ഉണ്ടല്ലോ, ടിഷ്യൂ, അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫോർമേഷൻ ഓഫ് എൻസൈം, ഹോർമോൺസ് എക്സെട്ര. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ എൻസൈമുകള്, ഹോർമോണുകള്, അതിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡി, പിന്നെ നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് എന്ത് പ്രോട്ടീൻസിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് പേജ് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക കേട്ടോ. ഇവിടെ ഫാറ്റ് എന്നാണ് കേട്ടോ. ഫാറ്റ്സ് ആണ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഫാറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ് കൊടുത്തിട്ടുണ്ട്, മിനറൽ സാൾട്ട് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ റീഡ് ചെയ്യാം.
കഴിഞ്ഞോ? ഓക്കെ. ഇത്രയും വരെ നമുക്കിന്ന് എടുത്താൽ മതി കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോ ആക്ടിവിറ്റി ചെയ്യാത്തവർ, അതായത് തന്നിട്ടുള്ള വർക്കുകൾ ചെയ്യാത്തവര് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കാണിക്കുക. അതായത് ഓണം കഴിഞ്ഞിട്ട് പിന്നത്തെ ആഴ്ചയിലുള്ള ചൊവ്വാഴ്ച കേട്ടോ. അപ്പോഴത്തേനും വർക്ക് നിങ്ങൾ തീർത്ത് വെക്കുക കേട്ടോ. എല്ലാവരും ചെയ്യില്ലേ? ആ, ഓക്കെ. എല്ലാരും ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നേ? എല്ലാരും ഹാപ്പി ആണോ? സന്തോഷം ഉണ്ടല്ലോ. ഇനി ഒരാഴ്ച വെക്കേഷൻ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് ഹാപ്പി ആണല്ലേ? ക്ലാസ് ഉണ്ടാവില്ല അല്ലെ? ക്ലാസ്സിൽ നിങ്ങൾ വർക്കുണ്ട് മാം. എന്തോ? ക്ലാസ്സിൽ നിങ്ങൾ വർക്കുണ്ട്. ആ, വർക്കുണ്ട് വർക്ക് കൊണ്ടുവരും. ആ സമയം ചെയ്താൽ മതി. ഓണമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓണത്തിന്റെ ഇടയ്ക്കൊന്നും ചെയ്യണ്ട. ഇനി നാളെയും മറ്റന്നാളും കിട്ടും, ശനിയും ഞായറും കിട്ടും, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ ഓണം പിടിച്ചു പൊളിക്കുക. ഞാൻ കേറിയപ്പോ കുറച്ച് ലേറ്റ് ആയി പോയായിരുന്നു. കുറച്ച് ഓണം പർച്ചേസ് ഒക്കെ ആയിരുന്നു. ഞാൻ അന്നേരം വൈറ്റമിൻസിന്റെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്, അന്നേരം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കാണിച്ചായിരുന്നു എല്ലാരും? ഇല്ല, വളരെ കുറച്ചു പേര് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവര് പിന്നെ ചെയ്യാമെന്നാ പറഞ്ഞേട്ടോ. ആ, ഇത് ബാക്ക് ക്യാമറ എടുക്കണേ. എല്ലാവർക്കും ബാക്ക് ക്യാമറ പ്രശ്നമാണ്. ബാക്ക് ക്യാമറ പ്രശ്നമാണ്. ഞാൻ അല്ലാതെ കാണിക്കും. ഫ്ലിപ്പ് ക്യാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാ? കിട്ടിയോ? ആ, ഫുഡ് പ്ലേറ്റ് ആണല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട്. ക്യാമറ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓണക്കോടിയൊക്കെ കൊടുത്ത് ഓണസദ്യയൊക്കെ വെച്ചിട്ട് സന്തോഷമായിട്ട് ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഓണം ആഘോഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പൊ നമുക്ക് ഇനി ഓണൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണേ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. ബൈ. പിന്നെ കാണാം. താങ്ക് യു.